അതിനുശേഷം അവൾ വീണ്ടും രണ്ടാം തരം പൗരയായിട്ട് മാറുകയും ചെയ്യുന്നത് അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാ കാര്യത്തിലും അവള് രണ്ടാം തരം ജന്മമായിട്ട് മാറുന്നത് അവൾക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അവൾ കാണുന്നുണ്ട് അവളുടെ ചുറ്റുമുള്ള അവളുടെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതം അവർ കാണുന്നു. അപ്പൊ അവർ വിചാരിക്കുന്നത് എന്തിനു വേണ്ടി ഞാൻ ഇത്തരം ഒരു ജീവിതം സ്വീകരിക്കണം? എനിക്ക് ജീവിതമുണ്ട്, എനിക്ക് ശമ്പളമുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം, വേണ്ടി വന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം എന്ന് പുതിയ കാലത്തെ സ്ത്രീകൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളിപ്പോഴും അറേഞ്ച്ഡ് മാരേജിന്റെ ആ ഒരു കൺസെപ്റ്റുമായിട്ട് തന്നെയാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നത്. അവരെ പ്രണയിക്കാൻ വിടൂ, അതാണ് എനിക്ക് പറയാനുള്ളത്. അവരെ പ്രണയിക്കാൻ വിടൂ. നിങ്ങളുടെ കുടുംബം നോക്കിയും സ്ത്രീധനം നോക്കിയും നിറം നോക്കിയും ഹൈറ്റ് നോക്കിയും ഒക്കെ ഉള്ള വിവാഹമല്ല. അവരെ പ്രണയിക്കാൻ വിടൂ. അവർ തെറ്റുകൾ വരുത്തുമായിരിക്കാം, തീർച്ചയായിട്ടും പുതിയ കാലത്ത് അവൾ ചൂഷണം ചെയ്യപ്പെടാം. അവൾക്ക് അതിന് ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള ആത്മശക്തി ഉണ്ടാക്കി കൊടുക്കൂ. അവൾ പ്രണയിക്കട്ടെ, അവൾ കണ്ടെത്തട്ടെ, എന്നിട്ട് അവർ ജീവിക്കട്ടെ. അതിൽ പരാജയങ്ങൾ കുറവായിരിക്കും. ഒരുപക്ഷെ അവിടെയും ചിലപ്പോൾ